സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. മത്തായി 16:18 വാക്യം. മത്തായി 16 യേശു തൻ്റെ ശിഷ്യന്മാരോട് പണിയുമെന്ന് പറഞ്ഞ നിർമ്മിതമായി താരതമ്യപ്പെടുത്തിയാൽ ഈ ഗംഭീരഭവനം ഒന്നുമല്ല. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന പത്രോസ് സ്ഥിതിച്ച ശേഷം, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ പാറ എന്താണ് എന്ന കാര്യത്തിൽ വേദശാസ്ത്ര പഠിതാക്കൾക്കിടയിൽ ഭിന്നമായ അഭിപ്രായമുണ്ട്. എങ്കിലും യേശുവിൻ്റെ ഉദ്ദേശം സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. ഭൂലോകത്തിലെങ്ങുമുള്ള സകല രാജ്യങ്ങളിൽ നിന്നുള്ള ജനതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വെളിപാട് പുസ്തകം 9 വാക്യം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ലോകരാത്രത്തോളം എത്തുവാൻ തൻ്റെ സഭയെ അവിടുന്ന് പണിയും. മത്തായി സുവിശേഷം 28:19 വാക്യം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഈ നിർമ്മാണ പദ്ധതിയുടെ വില എന്താണ്? ക്രൂശിൽ യേശു യാഗമായി അർപ്പിച്ച സ്വന്തം രക്തം. അപ്പോസ്തല പ്രവൃത്തി 20:28. അവിടുത്തെ മന്ദിരത്തിൻ്റെ അംഗങ്ങൾ എഫീസർ 2:21 എന്ന നിലയിൽ ഇത്ര വലിയ വില കൊടുത്ത് വാങ്ങിയ നമുക്ക് ഈ വലിയ സ്നേഹബലിയെ ആഘോഷിക്കുകയും ആ മഹാദൗത്യത്തിൽ പങ്കാളിയാകുകയും ചെയ്യാം. സഭ ക്രിസ്തുവിനെ എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കേണ്ടത്? യേശുവിനെ കൃത്യതയോടെ പ്രതിഫലിക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രാർത്ഥിക്കാം. ദൈവ കുഞ്ഞാടെ, അവിടുത്തെ യാഗത്തിനായി നന്ദി. അങ്ങേ എൻ്റെ ഹൃദയത്തിലും വിശ്വാസത്തിലും കുടുംബത്തിലും ആഘോഷിപ്പാൻ എന്നെ പ്രാപ്തനാക്കണമേ. താങ്കൾ ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ജീസസ് നെയിം. ആമേൻ.